ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ ക്ലേ വെച്ചിട്ട് ഒരു പൂവും അതുപോലെ തന്നെ സ്ട്രോബെറി ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഇരിക്കുന്ന ടിഷ്യൂ വെച്ചിട്ടുള്ള ഫ്ലവർ ഇല്ലേ, അതാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾ എന്താ പറയുക, സ്കെച്ച് വെച്ച് റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കട്ട് ചെയ്ത പേപ്പറിൻ്റെ സൈഡ് മൊത്തം ടിഷ്യൂവിൻ്റെ മൊത്തം ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കണം കേട്ടോ, ഈ സ്കെച്ച് വെച്ച്. എന്നിട്ട് അത് സ്പ്രെഡായി കഴിയുമ്പോൾ ഉണക്കാൻ വയ്ക്കുക കേട്ടോ. ഉണങ്ങി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഓരോ ലെയേഴ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയറാണ് ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഗൈസ്, ഫസ്റ്റ് ലെയർ ദേന ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ദേന തേർഡ് ലെയറിലേക്കും കൂടി കടന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഫോർത്ത് ലെയർ ഞാൻ എടുത്തപ്പോഴത്തേനും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും കൊള്ളായിരുന്നു. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഫോർത്ത് ലെയറും കൂടി. അങ്ങനെ ഗൈസ്, ദേന ഫിഫ്ത്ത് ലെയറും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി സിക്സ്ത് ലെയറും കൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആവാറായിട്ടുണ്ട് നമ്മുടെ എന്തായാലും. അങ്ങനെ ഗൈസ്, ദേന നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുകയാണ്. എല്ലാം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ദേന ഞാൻ ഗ്ലാസിൻ്റെ പുറത്തുനിന്ന് എടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എൻ്റെ കയ്യിൽ കുറേ ഇതളുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് വന്നത്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ ഇതളുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ പൂ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.